ഒരു 16 വയസ്സാണെങ്കിൽ പോലും താങ്കൾ ഭയങ്കര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരു കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഈ നേപ്പാളിലേക്കൊക്കെ പോവാന്ന് പറയുമ്പോ ഒട്ടും പേടി ഉണ്ടായില്ല നിനക്ക്? പേടി ഞാൻ കുറെ പേര് ചോദിക്കുന്നുണ്ട്, പേടി ഉണ്ടായില്ലേ? പേടി എനിക്ക് പേടിക്കാൻ മാത്രം എനിക്ക് ഒന്നും ഉണ്ടായതൊന്നുമില്ല. നാട്ടുകാർ പറയുന്നത് കേട്ടോ ഒരിക്കലും വിശ്വസിച്ച് വീട്ടിലിരിക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യണം. പിന്നെ 10 ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കുതി ഉണ്ടാവില്ല, ഇങ്ങനെ 2 വർഷം കാത്തുക്കണത് ഈ മഞ്ഞും താജ്മഹലും റിസോർട്ടൊക്കെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടല്ലോ. പിന്നെ 3 ദിവസം വീട്ടിൽ കുത്തിരിക്കും ചെയ്യണം. ഇനി പകരം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചു. എനിക്കിപ്പോൾ 40-45 വയസ്സായാൽ പോലും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസും അങ്ങനത്തെ വന്നാൽ പോലും. എപ്പോഴൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തോ അപ്പോഴൊക്കെ പൈസ ഇല്ല എന്നൊരു കാരണം കൊണ്ട് ട്രിപ്പിന് വരാതിരുന്നൊരു ചങ്ക് നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ടാവും. പക്ഷെ വെറും 16 വയസ്സിൽ 30,000 രൂപ മാത്രം വെച്ചിട്ട് 12 സംസ്ഥാനങ്ങളിലും പുറമെ ഒരു രാജ്യത്തടക്കം ട്രിപ്പ് പോയിട്ട് വന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടാം. പറയൂ, എന്താണ് പേര്? എബിൻ. എവിടെയാണ് സ്ഥലമൊക്കെ? ഞാൻ കോഴിക്കോട്. ഇപ്പൊ എന്താ പഠിക്കുന്നേ? +1 ആ, എന്തായിരുന്നു താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പോവാനൊക്കെ ഉള്ള ഒരു മോട്ടീവ് എന്താണ്? വീട്ടിൽ നിന്ന് എന്തായാലും കൊണ്ടുപോയില്ല. പിന്നെ കൊണ്ടുപോവില്ലേ? ഇല്ല. പിന്നെ കൂടെ വരാനും ഈ പ്രായത്തിന് ആരും വിടുവില്ല. പിന്നെ ഒറ്റയ്ക്ക് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയതായിരുന്നു. അല്ല, ഈ ഫ്രണ്ട്സ് എല്ലാവരും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരൊരു ഫ്രണ്ട്സ് ആക്കണം, ഒരു 3 പേര് മിനിമം വെച്ചിട്ട് അവർ പോകും. എന്തുകൊണ്ട് സോളോ ട്രിപ്പ് എന്നുള്ള ഒരു ആശയം വിചാരിച്ചേ? ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ വീട്ടിൽ വിടൂല. ലൈക്ക് അവരുടെ ഇങ്ങനെ 6 മണി ടീമാണ്, 6 മണിക്ക് വീട്ടിൽ കയറാൻ ടീമാണ്. പിന്നെ ഒറ്റയ്ക്ക് പോയാലും കമ്പനി നമുക്ക് കുറെ കിട്ടും. അൺഎക്സ്പെക്റ്റഡ് ആയ ഇഷ്ടംപോലെ കമ്പനി കിട്ടും. അങ്ങനെ കിട്ടിയ അതിനെക്കാട്ടും നല്ല മെമ്മറീസ് ഉണ്ടായ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കമ്പനിയിൽ. അപ്പോൾ ഒറ്റയ്ക്ക് പോയി തുടങ്ങിയത് അതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്നീ 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം എന്നുള്ള നിബന്ധന വെക്കും. അതല്ലെങ്കിൽ എന്തായാലും പോവണ്ട. കാര്യം നിങ്ങളുടെ പ്രായം, ഞാൻ ഈ പ്രായത്തെ വെച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല, പക്ഷെ പ്രായപൂർത്തി പോലും ആവാത്തൊരു ഘടകം അവിടെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് എബീനെ വിട്ടെ? എന്നെ അങ്ങനെ വിടത്തൊന്നുമില്ലായിരുന്നു ആദ്യം മുതല്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴായിരുന്നു. ഞാൻ അതേപോലെ 9th കഴിഞ്ഞ് 10th കയറുന്നതിന് മുമ്പ് അവധിക്ക് ഇങ്ങനെ ചോദിച്ചു, ഞാൻ കൊച്ചി വരാൻ ജസ്റ്റ് ഒന്ന് 2 ദിവസം പോയി വന്നോട്ടെ ചോദിച്ചപ്പോൾ എന്നെ വിട്ടുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോകണ്ട, ഒന്നെങ്കിൽ ആരെ കൂട്ടുന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് കുറേ വീട്ടിൽ തന്നെ വിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കസിനെ കൂട്ടി അങ്ങനെയൊക്കെ പോയി വന്നാൽ ഞാൻ. പിന്നീടാണ് പപ്പയ്ക്ക് ആ ടൈമിൽ തന്നെ 2 ആഴ്ച കഴിഞ്ഞ ശേഷം പപ്പയ്ക്ക് ഹാർട്ടിന് സ്റ്റഡ് ഇടാൻ ഓപ്പറേഷൻ ആയിട്ട് ബാംഗ്ലൂർ അഡ്മിറ്റ് ആയിരുന്നു 1 മാസത്തോളം. ആ ടൈമിന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുമായിരുന്നു. ബാംഗ്ലൂർ 2 തൊട്ട് ഒറ്റയ്ക്ക് പോയി വരും. പിന്നെ ബാംഗ്ലൂർ ഉണ്ടായ സമയത്ത് തന്നെ ബാംഗ്ലൂരൊക്കെ ഒന്ന് കണ്ട് കറങ്ങിയും ഒക്കെ നടന്നപ്പോൾ പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കാണെങ്കിലും അവിടെ തന്നെ ഫാമിലി ഉണ്ട്. അവർക്കൊക്കെ ഭയങ്കര അതിശയം തോന്നി. ഈ 9th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കൊച്ച് ഭാഷ പോലും അറിയാത്ത ബാംഗ്ലൂരത്തെ സിറ്റിയിൽ ഒറ്റയ്ക്കെല്ലാം കണ്ടു കറങ്ങി വന്നല്ലോ കേട്ടപ്പം അവർക്ക് നല്ല വിശ്വാസമായി. എന്നെ എവിടെ വിട്ടാലും ഞാൻ പോയി എത്തും നല്ലൊരു വിശ്വാസം അവർക്ക് വന്നു, കോൺഫിഡൻസ് വന്നു. എവിടെ പോയാലും 4 കാലി വീണവൻ തിരിച്ചു വരും മനസ്സിലായി. പിന്നീട് ഞാൻ ഇങ്ങനെ 10th ക്ലാസ് തുടങ്ങി. പിന്നെ ചെറിയ വെക്കേഷൻ വരുമ്പോൾ ചെറിയ ട്രിപ്പൊക്കെ പോയി തുടങ്ങി. ഫസ്റ്റ് ഞാൻ പോയത് ഓണാവധിക്കായിരുന്നു. കൊച്ചിയും തിരുവനന്തപുരമായിരുന്നു ഫസ്റ്റ് സോളോ ട്രിപ്പ് ആയി ഞാൻ പോയത്. ഫസ്റ്റ് സോളോ ട്രിപ്പ് ആയി തന്നെ നല്ല ബോറൊക്കെ ആയിരുന്നു. സ്ഥലം കാണുക, ഇങ്ങനെ ആൾക്കാരെ മീറ്റ് ചെയ്യാനൊന്നും അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പോയത് പോണ്ടിച്ചേരി ആയിരുന്നു. അത് ഇതേപോലെ അന്നെന്തോ ഹർത്താലിൻ്റെ ലീവും എന്ന് വെച്ചാൽ 2 ശനി ഞായറും വെള്ളിയാഴ്ച ലീവും കിട്ടി. അങ്ങനെ 2 ദിവസം പോണ്ടിച്ചേരിയും പോയി വന്ന്. പിന്നീട് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നു 10th പഠിക്കുമ്പോൾ, അതിന് ഞാൻ പോയില്ല. പകരം ആ പൈസ കൊണ്ട് ഞാൻ ഗോവയ്ക്ക് ഇതേപോലെ സോളോ ട്രിപ്പ് പോയി വന്നു. പിന്നെ കൊടൈക്കനാലും അതിനുശേഷം ക്രിസ്മസ് അവധിക്ക് ഞാൻ കൊടൈക്കനാൽ, ആലപ്പുഴ ഏരിയ മുഴുവൻ കവർ ചെയ്ത് വരിക ചെയ്തത്. പിന്നീട് വിചാരിച്ച് ഇത്രയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരുവാണെങ്കിൽ എക്സ്പെൻസും കൂടുതലാണ്, ടൈം വേസ്റ്റും ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഒറ്റ റൗണ്ടിൽ തന്നെ എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ 10th കഴിഞ്ഞ അവധിക്ക് പോകാൻ വിചാരിച്ചത്. എന്താ പറയുക, ഒരു മെജോറിറ്റി പീപ്പിളിന്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ഒരു ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ 16 വയസ്സിൽ പോക്കറ്റിൽ തികച്ചൊരു 16 രൂപ പോലും എടുക്കാനില്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എങ്ങനെയും ഒരു 10 രൂപ കിട്ടിയാൽ അതിന് വല്ല മിഠായി മേടിച്ച് കഴിക്കും. പക്ഷെ അതിൻ്റെ അന്ന് ആ പൈസ കൂട്ടി വെച്ച് യാത്ര പോകണം എന്ന് കരുതാനുള്ള ഒരു മോട്ടീവ്, അല്ലെങ്കിൽ നിങ്ങൾക്കല്ല നമുക്ക് എന്ത് വേണേലും ചെയ്യായിരുന്നു ആ പൈസക്ക്. പക്ഷെ യാത്ര എന്നുള്ളൊരു ഓപ്ഷൻ വിചാരിക്കാൻ എന്ത് വരുന്ന കാര്യം? വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടാവില്ല. വെക്കേഷനിൽ ഇപ്പോൾ 3 ദിവസം 2 ദിവസം അവധി എന്തെങ്കിലും രാവിലെ എണീക്കുക, ഫോണിൽ കളിക്കുക, ഉറങ്ങുക, ഒന്നുമില്ലാത്തൊരു ജീവിതമായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ അതിന് പകരം ഒന്ന് സ്ഥലം കാണുന്നത് അല്ലാതെ നമ്മുടെ ആഗ്രഹമായിരിക്കും ട്രാവൽ ചെയ്യണം, സ്ഥലം കാണണമൊക്കെ. അപ്പോൾ അതിനൊപ്പം അങ്ങനെ ഇറങ്ങിയായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന്.
അപ്പൊ ഈ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു സാധനം ഞാൻ ചോദിക്കാം. അതായത് ഞാൻ സോളോ ട്രിപ്പ് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ലേ? കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം കണ്ട അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഇമ്പാക്ട് കൂടുന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അങ്ങനെ ഇല്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും? ബോറടിക്കലുണ്ട് കുറെ സമയത്ത്. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ചിലപ്പോൾ ഒക്കെ ബോറടിക്കും, മിണ്ടാൻ ആരും ഇല്ല, അങ്ങനെ ഇരിക്കാൻ നോക്കും. പക്ഷെ ചിലപ്പോൾ നമുക്ക് നല്ല കമ്പനിയും കിട്ടും പോകുന്ന വഴിക്ക് തന്നെ. അതുകൊണ്ടാണ് ലിഫ്റ്റ് അടിച്ച് പോകാനുള്ള വേറൊരു റീസൺ തന്നെയാണ്. നമുക്ക് ലിഫ്റ്റ് അടിക്കുമ്പോൾ തന്നെ കുറേ കമ്പനി കിട്ടുന്നത് അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് പോയി ലിഫ്റ്റ് അടിക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെയാണ്. പിന്നെ അല്ലാതെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണേലും ചിലപ്പോൾ ഒക്കെ ബസ്സിൽ പോകുമ്പോഴും അങ്ങനെ നമുക്ക് കമ്പനി കിട്ടലുണ്ട്. അപ്പൊ ഈ മടുപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സഹായിക്കാൻ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ആരെങ്കിലും ഈ ഒരു സമയത്ത് എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുമ്പോ അപ്പൊ കൂടെ ആരില്ലാതെ ഇരിക്കുമ്പോ അങ്ങനെ തോന്നാം. ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആരും ഉണ്ടാവില്ലല്ലോ, നമ്മളെടുത്ത് തരാൻ ആരും ഉണ്ടാവാത്തോണ്ടാണ് ഒരു നിമിഷം തോന്നും. പിന്നെ ആരെങ്കിലും എടുത്തു തരാൻ പറയുകയാണെങ്കിൽ പോലും അവർ മര്യാദക്ക് എടുത്തു തരുമില്ല. അവര് സെൽഫി എടുക്കാറുണ്ടോ നിന്നെ അവിടെ നിർത്തിയിട്ട്? അല്ല, അവര് ഇങ്ങനെ ഞാൻ പറഞ്ഞ ആംഗിളൊക്കെ വെച്ച് ഇങ്ങനെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ അവര് ഫോണൊക്കെ തിരിച്ചിട്ടുണ്ടെങ്കിൽ സൂം ചെയ്തോ കൊളാക്കി തരും. അങ്ങനെയാണ്. മലയാളീസിനൊക്കെ കാണുകയാണെങ്കിൽ അവർ പിന്നെ നല്ല വൃത്തിക്കൊക്കെ എടുത്ത് തരുമൊക്കെ ചെയ്യും. അപ്പൊ അതാണ് ഈ മലയാളീസ് എല്ലായിടത്തും ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഹിന്ദി അറിയാത്തോണ്ട് എനിക്ക് നല്ല ഒരു പ്രോബ്ലം. കാര്യം ഈ കൊച്ചിയും ട്രിവാൻഡ്രവും പോണ്ടിച്ചേരിയും അല്ലാതെ അതിന് പുറത്തും പോയ ആളാണ് താങ്കൾ. അപ്പം അന്നേരം ഈ ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? നല്ലപോലെ ഹിന്ദി അറിയാത്തോണ്ട് എനിക്ക് പറയുന്ന ലാംഗ്വേജ് മലയാളം, പിന്നെ ഇംഗ്ലീഷ്, തമിഴ് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഈ 3 ലാംഗ്വേജാണ് എനിക്ക് അറിയുന്നത്. അപ്പൊ ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ കുഴപ്പമില്ല, നന്നായി സംസാരിക്കാം. പിന്നെ ഹിന്ദിയാണ് പിന്നെ പ്രോബ്ലം ചെയ്ത് തോന്നുന്നത്. ഇപ്പൊ ടിക്കറ്റ് എടുക്കാൻ നേരത്താണേലും ട്രെയിനിലാണേലും എന്തൊരു പ്രോബ്ലം വന്നാലാണെങ്കിലും സംസാരിക്കാൻ നേരത്ത് ഹിന്ദി അറിയാത്തതുകൊണ്ട് കുറെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ നേപ്പാളിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നേപ്പാളിൽ പോയ സമയത്ത് അവിടെ ഇംഗ്ലീഷ് മാത്രം വെച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയോ? പറ്റി. അവിടുത്തെ അതായത് ഹിന്ദിയാണ്, ഹിന്ദി അറിയാൻ നന്നായിട്ട് കുറെ പേർക്കൊക്കെ. അതായത് ഇംഗ്ലീഷ് വെച്ച് തന്നെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ. പിന്നെ ഹിന്ദി കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ പോക്കിനിടയ്ക്ക് നമ്മൾ ഓർന്ന് കേട്ട് പഠിച്ചൊക്കെ ഹിന്ദി അങ്ങനെയൊക്കെ വെച്ച് തിരിച്ചെടുത്ത്. ഇത്രയും യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്തും ഇപ്പൊ പഠിക്കുന്ന സമയമാണല്ലോ, സ്കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ഈ യാത്ര പോണതിന്റെ ഇടയിൽ പഠിപ്പിനെ എങ്ങനെ കൊണ്ടുപോകുന്നു? ഞാനിപ്പം ലീവ് ദിവസങ്ങളാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. സ്കൂളിൽ ലീവ് എടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ സ്കൂളിലെ ദിവസമൊക്കെ പഠിപ്പ് തന്നെയാണ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കും, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന +1-ലാണ്. അപ്പം ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തല്ലേ? അപ്പം യാത്രയും അതിന് കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മള് എന്തായി തീരാനാണ് ആഗ്രഹം? കാര്യം എന്റെ ഫ്യൂച്ചർ ഇതാണ്, എനിക്ക് ഇതാണ് ആയിത്തീരേണ്ടത് എന്ന് കരുതുന്നത് എന്താണ്? ട്രാവലിംഗ് തന്നെ എനിക്ക് പാഷനായിട്ട് എടുക്കാൻ താല്പര്യമില്ല എന്നല്ല, എടുത്താൽ പോലും എനിക്ക് അധികം നാളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എനിക്കൊരു 30-32 വയസ്സാകുമ്പോൾ വരെ എനിക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കൊണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ റവന്യൂ കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പോകുന്ന വഴിക്ക് ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിന് ശേഷം ജീവിതം അങ്ങനെ ആയിരിക്കില്ലല്ലോ. എനിക്കിപ്പോൾ 40-45 വയസ്സായാൽ പോലും എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസും അങ്ങനത്തെ വന്നാൽ പോലും വീട്ടിൽ തന്നെ. ഒരു 16 വയസ്സാണെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. 41 വയസ്സായി, 32 വയസ്സായി എന്നിട്ട് ആണല്ലോ വരുന്നത്. അപ്പോൾ കയ്യിൽ നമുക്കിപ്പോൾ അഥവാ എന്തെങ്കിലും വന്നാൽ പോലും ഒരു ഡിഗ്രി കയ്യിലെടുത്ത് വെക്കണമല്ലോ. അപ്പോൾ +2 കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ട്രാവലിംഗ് തന്നെയാണെങ്കിൽ പോലും ഈ പുറത്തൊക്കെ യൂറോപ്പ്, അമേരിക്ക പോലത്തൊക്കെ നല്ല എക്സ്പെൻസീവ് രാജ്യത്ത് പോകണമെങ്കിൽ പോലും നല്ല പൈസയും വേണം. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ജർമ്മനി പോയിട്ട് അവിടുന്ന് നഴ്സിംഗ് പഠിക്കാനാണ്. കാരണം ജർമ്മനി ആയതുകൊണ്ട് തന്നെ ശങ്കം വിസ കിട്ടും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ 3 വർഷം കൊണ്ട് തന്നെ ശങ്കം വിസയിൽ 27 രാജ്യങ്ങളുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോവുകയും ചെയ്യാം. ജർമ്മനി സിറ്റിസൺ ആയി തന്നാൽ അവിടുത്തെ പാസ്പോർട്ട് കിട്ടിയാൽ 192 രാജ്യത്തും പോവാം. അപ്പോൾ ട്രാവലിംഗ് എനിക്ക് അതിൻ്റെ ഒപ്പം നടത്തും ചെയ്യാം. നഴ്സിംഗ് കൊണ്ട് എനിക്ക് സാലറിയും കിട്ടും. ഒരു 5 മാസം 4 മാസം പണിയെടുത്തിട്ട് പിന്നെ 4-3 മാസം ട്രാവൽ ചെയ്ത് പോവുകയും ചെയ്യാമല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഭയങ്കര ഫുൾ പ്ലാൻഡ് ആണ്. ഞാൻ ഇത്ര വയസ്സായ അങ്ങനെ ചെയ്യും, അത്ര വയസ്സായ അവിടുന്ന് ഇങ്ങനെ ചെയ്യും. അപ്പം ഈ യാത്രകൾ പോണതിന്റെ മുന്നേ പ്രീ പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഇന്നടത്ത് പോയിട്ട് അങ്ങനെ ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട്, അതല്ലാതെ ചെന്ന് അവിടെ എത്തി അന്നേരം എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ അന്നേരം കയ്യിലുള്ള ബജറ്റ് എന്താണോ അത് വെച്ച് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഫുള്ളി പ്രീ പ്ലാൻഡ് ആയിട്ടാണോ യാത്രകൾ? ആദ്യമൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷെ പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കൂല. ഒന്നെങ്കിൽ ഇപ്പം ഞാൻ ഇന്ന സ്ഥലം ഇങ്ങനെ വെച്ചാൽ പോലും ഇപ്പൊ ഒരു സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ നമ്മൾ ആരെയും കണ്ടുകൊണ്ടായിരിക്കും. പിന്നെ അവരോട് പോയാൽ പിന്നെ നമുക്ക് പ്ലാൻ ടോട്ടലി മാറും. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പ്ലാൻ എനിക്ക് ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ചില ഓരോ സ്ഥലത്ത് കയറാൻ പറ്റാതെ ആവും. അങ്ങനെ ഓരോരോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ
സ്ഥലം ഞാൻ ജസ്റ്റ് ഇപ്പം ഈ പോകുന്ന സമയത്ത് തന്നെ ഇപ്പം ഇങ്ങനെ ഗോവ കഴിഞ്ഞാൽ മുംബൈ, പിന്നെ മുംബൈ കഴിഞ്ഞാൽ രാജസ്ഥാൻ, അങ്ങനെ സ്ഥലം മാത്രമേ ഫിക്സ് ആക്കി വെക്കുള്ളൂ. പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് തീരുമാനിക്കുക ചെയ്യുന്നത്. ഈ പോവാനുള്ള എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വീട്ടിൽ നിന്ന് തരുമോ അല്ലെങ്കിൽ നമ്മൾ തന്നെ? അല്ല, ഞാൻ തന്നെ സൂക്ഷിച്ച് വെച്ച് ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ 5-6 മാസം പ്ലാനിങ് ആയിരുന്നു. 10th പഠിക്കുമ്പോഴുള്ള പ്ലാനിങ് ആയിരുന്നു 10 കഴിഞ്ഞ പാടെ പോകണമെന്ന്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് വെച്ചതായിരുന്നു. ഞാൻ 20,000 രൂപ കൊണ്ടായിരുന്നു പോയത്. ഞാൻ പിന്നീട് ഈ ഒരു പ്രായത്തിന്റെ ഇടയിൽ 20,000 രൂപ സേവ് ചെയ്ത് കിട്ടിയോ? ഭയങ്കരം തന്നെ താങ്കൾ. അത്രയും പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ആണോ ആദ്യം കൊച്ചിയിലേക്ക് പോയി എന്ന് പറഞ്ഞേ? കൊച്ചിയിൽ ഫസ്റ്റ് തിരുവനന്തപുരം പോയപ്പോൾ വലിയ ചെലവുണ്ടായില്ല. കൊച്ചിയും തിരുവനന്തപുരം കൂടെ എനിക്ക് അന്ന് പോയി വന്നപ്പോൾ 2,000 രൂപയുടെ അടുത്ത് താഴത്തുള്ളൂ. 2,000 രൂപയിൽ താഴെ 2,000 ആയില്ല. എന്റെ 2,000 കൊണ്ടാണ് പോയത്. എത്ര ദിവസം കൊണ്ടാ പോയിട്ട് വന്നേ ഈ 2 സ്ഥലവും? അത് ഒറ്റ ട്രിപ്പായിട്ട് പോയി വന്നേ? കൊച്ചിയും ട്രിവാൻഡ്രം എത്ര ദിവസം എടുത്തിട്ടാ? 2-3 ദിവസമാണ് എടുത്തുള്ളത്. അപ്പൊ സ്റ്റേക്ക് അന്ന് സ്റ്റേക്ക് പൈസ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അന്ന് കൊച്ചിയില് MG റോഡിലെ ഡോർമെട്രിയിലും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിലെ ഡോർമെട്രിയിലും സ്റ്റേ ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച പ്രീ പ്ലാനിങ്. അതായത് ഈ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്റെ സ്റ്റേ നടത്താൻ പറ്റും, അത്തരത്തിലുള്ള പ്രീ പ്ലാനിങ്സ് നടത്താറുണ്ടോ? ചിലതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും. ഇങ്ങനെ ബഡ്ജറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കേരള ഫുഡ് കിട്ടുന്നതാണെങ്കിൽ കേരള ഫുഡ് അങ്ങനെ പുറത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ കണ്ണൂട്ടാണെങ്കിൽ ഇപ്പോൾ അവരോട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് താമസിക്കുകയോ, അല്ലെങ്കിൽ ഞാൻ ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഞാൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും താമസിക്കാനും ട്രാവലിംഗ് പൈസ എടുത്ത് എനിക്ക് ഒന്നും കയ്യിലുണ്ടാകാൻ അറിയാം. അതുകൊണ്ട് ആ ടൈമിന് ഞാൻ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പൈസ അധികം സ്പെൻഡ് ചെയ്തില്ല ഞാൻ. അതായിരുന്നു ഞാൻ അടുത്ത ചോദിക്കാൻ പോണേ. ഈ വിത്തിൻ കേരളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേട്ടാ എന്നെങ്കിലും വിളിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുക. ഭക്ഷണമോ താമസമോ ഇനി ട്രാവലിംഗ് ആണെങ്കിൽ പോലും നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ സ്റ്റേ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യുന്നത്? ഞാൻ കണക്കൂട്ടി ഫുഡിനുള്ള പൈസയും പിന്നെ ചില പർച്ചേസ് നടത്താനുള്ള പൈസയാണ് ഞാൻ കരുതിയത് പോകുമ്പോ. ട്രാവലിങ്ങിന് ഞാൻ കരുതിണ്ടായിരുന്നില്ല. പിന്നീട് ഫുൾ ടൈം ഹിജാക്കിങ് ആണെങ്കിൽ ഈ എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ 400-350 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ട്രെയിനിന് പോകാന്ന് വിചാരിച്ച്. ബാക്കിയൊക്കെ ഒരു 100-150 കിലോമീറ്ററൊക്കെയാണ് ലിഫ്റ്റ് അടിച്ച് പോകാന്നാണ് വിചാരിച്ചത്. ഞാൻ ടൈമും അധികം വേസ്റ്റും ചെയ്യാണ്ട് അതിന് ടൈം എനിക്ക് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണ് ഞാൻ കടന്നുകൊണ്ടിരുന്നത്, നൈറ്റൊക്കെ കടന്നുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഗുരുദ്വാര എന്ന് പറഞ്ഞ സിഖുകാരുടെ സംഭവം ഉണ്ടെന്നും അവിടെ പോയാൽ ഫ്രീ സ്റ്റേയും ഫ്രീ ഫുഡ് കിട്ടുന്നു. അതല്ലാണ്ട് കുറെ സ്ഥലത്ത് അതില് തങ്ങി. ഇത് പോയപ്പോഴാണോ അറിഞ്ഞ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് വല്ലതും കണ്ടുപിടിച്ചത്? അല്ല, പോയപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ ഈ പോകുന്നത്, ഈ യാത്രകൾ പോകുന്നത് വെറുതെ അല്ല, പക്ഷെ സ്ഥലങ്ങൾ കാണുക എന്നുള്ള ഒരൊറ്റ എയിം കൊണ്ടാണോ? അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചിലരിങ്ങനെ യാത്ര പോവുക എന്ന് പറയുമ്പോൾ അവര് എക്സ്പീരിയൻസസ് ഏൺ ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അതല്ലാതെ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നവരുണ്ട്. അപ്പൊ ഇതില് ഏതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? സ്ഥലം കാണാനാന്നും പറഞ്ഞിട്ടാണ് ആ ഒരു മൈൻഡിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ തിരിച്ചെത്തിയപ്പോൾ എക്സ്പീരിയൻസസ് ആണ് അതിനെക്കാട്ടും വലുതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം സ്ഥലം കണ്ടാൽ നമുക്കൊന്നും കിട്ടാനില്ല, പക്ഷെ എക്സ്പീരിയൻസ് നമുക്ക് ജീവിതകാലം ഫുള്ള് ആ ഒരു ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. എക്സ്പീരിയൻസസും അവിടുന്ന് മീറ്റ് ചെയ്ത ആളുകളും അൺഎക്സ്പെക്ടഡ് എത്രയോ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഉണ്ടാവല്ലോ നമ്മുടെ. ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓർമ്മ എന്താണ്? ഒരാളാണെങ്കിലും ഹിമാചലില് അങ്ങനെ 1-2 പറയാനില്ല, കുറെ ഉണ്ട്. ഒരെണ്ണം റീകളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഒരു ട്രക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹിമാചലിൽ. ഒരു ട്രക്കിങ്, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ട്രക്കിങ്ങും അതായിരുന്നു എനിക്ക് നല്ലൊരു, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്തതാണ്. ആദ്യം ഞാൻ ട്രക്കിങ് കേൾക്കുമ്പോൾ മടിയൊക്കെ വിചാരിക്കുന്ന കാര്യം 2 ദിവസം നടക്കണം അങ്ങനെയൊക്കെ കേട്ടപ്പോൾ പിന്നീട് ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് ചെറിയ ട്രക്കിങ് ആണ്, ബിഗിനർ ട്രക്കിങ് ആദ്യം ചെയ്യാൻ പറ്റിയ ട്രക്കിംഗ് ആണ്. 1 ദിവസം കയറാനും 1 ദിവസം ഇറങ്ങാനും. ആ ട്രക്കിങ് ചെയ്തപ്പോൾ പിന്നെ അത് ഇഷ്ടം തോന്നിപ്പോയി. അത് പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് പോയതായിരുന്നു ഞാൻ. ഒരു ഇതിലത് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ പെട്ടെന്ന് കയറി പോയതായിരുന്നു ഞാൻ ട്രക്കിങ്ങിന്. അതേപോലെ ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ ഒരു ഇയാളില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ഈ യാത്രയിൽ, അല്ലെങ്കിൽ ഇയാൾ ഉണ്ടായോണ്ട് ആ ഒരു യാത്ര കുറേം കൂടെ മെമ്മറബിൾ ആയി എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? കുറെ പേരുണ്ട്. പോകുന്ന വഴിക്ക് 1-2 അല്ല. അപ്പൊ ഗോവയിൽ നിന്ന് ഞാൻ കണ്ട ഒരു മെഡിക്കൽ കോളേജിൽ കുറച്ച് ചേട്ടന്മാരുണ്ടായിരുന്നു. അവരുടെ ഒരു അരമണിക്കൂർ 40 മിനിറ്റ് സംസാരിച്ചു കാണുള്ളൂ. അവര് നല്ലൊരു, അപ്പൊ വീടിനടുത്ത് തന്നെയാണ്, വീടിനടുത്താണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. അത് നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നീട് രാജസ്ഥാനിൽ ഉദയ്പൂര് വെച്ച് ലിഫ്റ്റ് അടിച്ച കമ്പനിയായ അവിടുത്തെ ഒരു ലോക്കൽ സിറ്റിസൺ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ കയറി താമസിപ്പിക്കുകയും ഫുഡും കാര്യം തരും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്ന് കാഗരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്ക്
എറണാകുളത്തുള്ള ഒരു 8 ഏട്ടന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലോ കോളേജ് പഠിക്കുന്ന ഇവിടുത്തെ ആലുവയുടെ അടുത്ത് തന്നെ. അപ്പോൾ ആ ഏട്ടന്മാരുടെ കൂടെ ആയിരുന്നു 2-3 ദിവസം ഞാൻ ഡൽഹിയിലും മനാലിയിലൊക്കെ. ആ ഏട്ടന്മാര് പിന്നെ വിക്കിതകിനെ ഞാൻ ബർഷാനി വില്ലേജ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഓയർത്ത് കഴിഞ്ഞ് സ്റ്റേ ഉണ്ട് ഇവിടെ ബർഷാനിയിൽ. ആ ഓയർത്ത് സ്റ്റേയിൽ വന്ന ഏട്ടന്മാരും ആ ഓയർത്ത് സ്റ്റേയുടെ ഓണറും നല്ല ഏട്ടന്മാരും അവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. പിന്നെ ഉള്ളത് ഹിമാചലിന് പഞ്ചാബിൽ ഒരു ബൈക്ക് റൈഡറിനെ കണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഇറങ്ങിയ ഒരു ബൈക്ക് റൈഡർ കണ്ടുവന്നല്ല ആ ഒരു ഏട്ടനെ. പിന്നെ കാശ്മീരിന് ഒരു സ്റ്റേനകത്ത് ട്രിപ്സിൽ പോകുന്ന കഴിഞ്ഞ് സ്റ്റേ നടത്തുന്ന 2 ഏട്ടന്മാര്. അങ്ങനെ ആൾക്കാരെ നേപ്പാളിൽ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അവിടുത്തെ ലോക്കൽസ് അല്ലാതെ. പിന്നെ വാരണാസിയിൽ നിന്ന് പിന്നെ കുറച്ച് ഫോറിനേഴ്സിനും കുറെയൊക്കെ മെമ്മറബിൾ കുറെ ഫോറിനേഴ്സിനും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഋഷികേശിന് ഒരു ജർമ്മൻകാരിനെ പിന്നെ ഗോവയിൽ നിന്ന് കുറച്ച് ലിഫ്റ്റ് അടിച്ച് കമ്പനിയായ കുറെ ഫോറിനേഴ്സായ സായിപ്പ് മാതാമാരും. പിന്നെ ഡൽഹിയിൽ വേറെ ഏട്ടൻ എനിക്ക് സ്റ്റേ തന്നിട്ടുണ്ടായിരുന്നു. ആ ഏട്ടന്മാര് ഒരു 3-4 ദിവസം. ആ ഏട്ടൻ കാരണമാണ് ടിക്കറ്റ് കിട്ടിയതും ലാസ്റ്റ് വരാനായിട്ട് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നതും ഡൽഹി 2 ദിവസം എനിക്ക് സ്റ്റേ തന്നത് ആ ഒരു ഏട്ടനായിരുന്നു. നമ്മൾ ആക്ച്വലി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലൊക്കെയാണ് പഞ്ചാബ്, നേപ്പാൾ ഈ സ്ഥലങ്ങളൊക്കെ വായിച്ചുള്ള അറിവുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ല, സ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ താങ്കളുടെ ഈ ഒരു പ്രായത്തില് എന്താ പറയാ, മുന്നേ പ്രീ പ്ലാൻ ചെയ്തിരുന്നു? പ്രീ പ്ലാൻ ഇൻ ദ സെൻസ് മുന്നേ ആഗ്രഹിച്ചിരുന്നു ഞാൻ എന്തായാലും ഇന്നൊരു ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നൊരു പ്രായം ഞാൻ എന്തായാലും പോകും, അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയതാണോ? അതായത് ആഗ്രഹിച്ചു പോയതാണോ? അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എനിക്ക് ഇപ്പൊ അങ്ങ് പോയാൽ എന്താ, അങ്ങനെ വിചാരിച്ചു പോയതാണോ? +2 കഴിഞ്ഞ് പോവാന്നൊക്കെയാണ് വിചാരിച്ചത് ഞാൻ. ഇതിനു മുമ്പ് ഇങ്ങനെ ചെറിയ ട്രിപ്പ് പോകുമ്പോൾ കുറച്ച് ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ഈ +2 കഴിഞ്ഞിട്ട് പൊക്കോ, ഒരു 18 വയസ്സായി കഴിഞ്ഞാൽ പൊയ്ക്കാതായിരിക്കും കുറച്ചും കൂടി സേഫും, അങ്ങനെ ഈ ചെറുപ്രായത്തിൽ പോകേണ്ട റിസ്ക് എടുക്കാണ് അങ്ങനെ കുറെ പേര് പറഞ്ഞത്. പിന്നെ +2 കഴിഞ്ഞ് പോകാന്നൊക്കെ വിചാരിച്ച്. പിന്നെ 10th ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കുതി ഉണ്ടാവില്ല, ഇനി 2 വർഷം കാത്തുക്കണത് ഈ മഞ്ഞും താജ്മഹലും റിസോർട്ടൊക്കെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടല്ലോ. പിന്നെ 3 ദിവസം വീട്ടിൽ കുത്തിരിക്കും ചെയ്യണം, അതിന് പകരം പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചു. ഒരു കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഈ നേപ്പാളിലേക്കൊക്കെ പോവാന്ന് പറയുമ്പോ ഒട്ടും പേടി ഉണ്ടായില്ല നിനക്ക്? പേടിയാ കുറെ പേര് ചോദിക്കുന്നുണ്ട്, പേടി ഉണ്ടായില്ലേ? എനിക്ക് പേടിക്കാൻ മാത്രം എനിക്ക് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ പേടിക്കുന്ന നമ്മൾ എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, പേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ എന്താ പറയാ, നമുക്ക് എല്ലാത്തിനോടും മീൻസ് എവിടുന്ന് എന്തൊക്കെ പണി വരും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആളുകൾ തന്നെ ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യുമെന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിൽ എന്താ പറയാ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണി ആണല്ലോ ഉള്ളത്. ഇനിയിപ്പോൾ അതാണെങ്കിലും ആളുകൾ മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ആളുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. കാര്യം നമുക്ക് എന്താ നമ്മുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലൊന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റലോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പൊ അതൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു ആഗ്രഹം മാത്രം വെച്ച് പോകുന്ന സമയത്ത് അങ്ങനത്തെ അറ്റാക്ക് ഒക്കെ വരുമോ? അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായില്ലേ? ഇല്ല, അത് മോഷണം ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ഇങ്ങനെ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലും ആ സ്ഥലത്തൊക്കെ കടക്കുമ്പോൾ ബാഗും ഫോണൊക്കെ മോഷണം പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഡൽഹി UP അതിലെ പോക്കറ്റിലും കൂടുതലുണ്ട്, ആ ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് മോഷണം പോകുന്നൊരു. അതിനെല്ലാ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോക്കറ്റിൽ നിന്ന് ഫോൺ അങ്ങനെ ഇട്ട് നടക്കാതിരിക്കുക, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പേടി ഉണ്ടായിരുന്നു. അല്ലാതെ കൊല്ലുവെന്നോ ആക്രമിക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ എക്സ്പീരിയൻസ് വല്ലതും ഉണ്ടായോ ആരെങ്കിലും? ഒരു ലിഫ്റ്റ് അടിച്ച് പോകുമ്പോ ഒരുത്തൻ ഫോൺ മോഷിക്കാൻ നോക്കി. എവിടുന്ന്? ഉദയപൂരിന്ന് ജോധ്പൂർ വന്ന വഴിക്കായിരുന്നു. എന്നിട്ട് കൊല്ലാനൊക്കെ കൊല്ലാൻ നോക്കി. നിനക്ക് പേടിയില്ലാഞ്ഞിട്ട് അത് സംഭവിച്ചു. അതൊരു അത്ര ഒരു ഇതായിപ്പോയി. അന്ന് നല്ല പേടിച്ചും പോയിണ്ടായിരുന്നു ഞാൻ. ഫോണും പോവാ തുടങ്ങിയ ടൈമിങ് കൂടെ ആയിരുന്നു, ട്രിപ്പ് തുടങ്ങിയ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിൽ പോകാനും തോന്നുന്നില്ല. അല്ലെങ്കിൽ ഫോൺ എടുത്തോണ്ട് പോയാൽ തന്നെ ഫോൺ പോയതിന് ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. പൈസ ആയില്ല, വീട്ടിലേക്ക് വിളിക്കാനായില്ല. സ്ഥലമാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്, ഏതൊരു വില്ലേജ് പോലത്തെ സ്ഥലമായിരുന്നു അത്. സിറ്റി അല്ല. മലയാളത്തിൽ എനിക്കൊന്നും ഭാഷ ഇല്ലാത്തതുകൊണ്ട് ഭാഷയിൽ മനസ്സിലാക്കാനും ആരും ഇല്ലാത്തൊരു ടൈമാണ്. അന്ന് നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ തീരുമാനിച്ചു ഇനി ഞാൻ വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തി കിട്ടിയാൽ മതി, ഇനി ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ പോയിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് ഒരു ഇതുണ്ടാവില്ല, ചമ്മലൊക്കെ ഉണ്ടാവില്ല. ഇനി ഒന്നും ആവാതെ തന്നെ തിരിച്ചെത്താന്ന് പറയുമ്പോ ഒരു ഇതുണ്ടായില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടൊന്നുകൂടി പോയതായിരുന്നു. ആ സമയത്തൊക്കെ ഈ വ്ളോഗിങ് പരിപാടി ഉണ്ടായിരുന്നു? വ്ളോഗിങ് ജസ്റ്റ് ഒരു പേര് ഞാൻ ഇടുവാന്നല്ലാതെ അതിനോട് അധികം പാഷനേറ്റ് കാണിച്ചില്ല. ഒന്നാമത് ഫോണിൽ അങ്ങനെ ചാർജ് അങ്ങനെ നിൽക്കില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റും ചെയ്യില്ല. ജസ്റ്റ് ഒരു പേരിന് ഇങ്ങനെ ഷോർട്സ് പോലെ വീഡിയോ എടുത്ത് ഇടുകയും ചെയ്തോണ്ടിരുന്നത് ഞാൻ. അപ്പൊ അതിനകത്ത് ഇട്ടിട്ട് ഇനിയിപ്പം തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ആവില്ല, അതായിരുന്നു. പിന്നെ നാട്ടുകാർക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
എന്നെ കൊണ്ട് കുറെ പേര് പറയുന്നത് ഈ പ്രായത്തിൽ പോകാൻ പാടില്ല, എന്നെ കൊണ്ട് പറ്റൂല, ഈ വിചാരിക്കുന്ന പോലെ അല്ല, അങ്ങനെ കുറെ പേര് എന്നെ ഇപ്പൊ പറഞ്ഞാക്കിണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുമ്പിൽ ഒരു എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാശി ഉണ്ടായിരുന്നു. അതെ, നമ്മൾ കോഴിക്കോടുകാരെങ്ങനെയാണ്. അപ്പൊ ഇത്രയൊക്കെ ട്രാവൽ ചെയ്തു. ഇത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഒരു 16 വയസ്സുള്ള ആളെ വെച്ച് നോക്കുകയാണെങ്കിൽ, 16 വേണ്ട, എനിക്ക് 24 വയസ്സായി, ഞാൻ ഇപ്പോഴും കോഴിക്കോട് മൊത്തം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എറണാകുളത്ത് വന്നിട്ട് ഞാൻ ഓഫീസ് ഹോസ്റ്റൽ ഓഫീസ്, അതാണ് എന്റെ ലൈഫ്. അപ്പൊ ഇപ്പോഴും എനിക്ക് വേണമെന്ന് വിചാരിച്ച നടക്കും എന്നുള്ളത് മറ്റേ ആ ചായക്കട ഇട്ട 2 കപ്പിളില്ലായിരുന്നു, അവരെ വിചാരിക്കുമ്പോ തോന്നും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും. പക്ഷെ നമ്മൾ വേണമെന്ന് വിചാരിക്കണം. അപ്പൊ കയ്യിലുള്ള എക്സ്പെൻസ് ഒക്കെ വെച്ചിട്ട് കഴിയുന്ന അത്രയും ഈ 12 സംസ്ഥാനങ്ങളാണെങ്കിൽ അത് ചെയ്തു. അതിന് പുറത്ത് ഭാഷ കാര്യമായിട്ട് പിടിപാടില്ലെങ്കിൽ പോലും നേപ്പാൾ വരെ പോയി വന്നു. അപ്പൊ അത്രയൊക്കെ ചെയ്ത്. അപ്പം ഇനിയുള്ള താങ്കളുടെ യാത്രാമോഹങ്ങൾ എവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ളതാണ്. ഇന്ത്യ എനിക്ക് ഫുള്ളായിട്ട് ഒന്ന് കാണണമെന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പോയ ട്രിപ്പ് എന്ന് പറയുന്നതിലേക്ക് മൊത്തം എനിക്ക് മര്യാദക്ക് കാണാൻ പറ്റിയില്ല. എല്ലാ സ്ഥലവും ഒരു ഇതിൽ കാണാൻ പറ്റിയിരുന്നില്ല. ഇനി കാണാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ പോയ സ്ഥലങ്ങൾ വെച്ചോ കാണാത്ത ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഒന്ന് ടൈം എടുത്ത് ഓരോ സ്ഥലത്ത് 2-3 ആഴ്ച സ്റ്റേ ചെയ്ത് ആ സ്ഥലത്തിനെ പറ്റി നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച് ഇങ്ങനെ ഒന്നും കൂടി ഇന്ത്യ ഫുള്ളായിട്ട് ഒന്നും കൂടി എനിക്ക് പോകണമെന്നുണ്ട്. അതിനുശേഷം പറഞ്ഞ പോലെ ജർമ്മനിയിൽ പോയി അവിടുന്ന് ഇങ്ങനെ ഓരോരോ കൺട്രി ഞങ്ങൾ പയ്യെ തുറന്നാനാണ്. ഓക്കെ. അപ്പം ഈ ഇത്രയും സ്ഥലങ്ങളിൽ പോയ സമയത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് കയ്യിലെ പൈസ വല്ലാതെ പൊടിച്ച് കളയാതെ മാക്സിമം സേവ് ചെയ്ത് അങ്ങനെ പോയി വരുവാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ രീതി അതാണെന്ന് പറഞ്ഞു. അപ്പം ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഭക്ഷണം ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ വിശന്ന് പൊരിഞ്ഞ് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുമ്പോഴോ അതല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോയപ്പോഴോ അപ്പോഴൊക്കെ ഒന്നാമത് നമുക്ക് വിചാരിക്കുന്ന ഫുഡ് കിട്ടൂല. കിട്ടുവാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ മുടിഞ്ഞ റേറ്റ് ആയിരിക്കും. റേറ്റ് കൊടുത്ത് വാങ്ങാണെന്ന് തോന്നുന്നു ടേസ്റ്റും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ ഒക്കെ ഇങ്ങനെ സഹിച്ചിരിക്കുക, തപ്പ് ചെയ്യുന്നത് ഞാൻ ചില സ്ഥലത്തൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ നാട് പോലെ അല്ല ഈ നോർത്തിലൊക്കെ സ്ഥലത്ത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ എന്തായാലും ആ ഈ അടുത്ത് തന്നെ വേറെ ഏതെങ്കിലും 1-2 ഹോട്ടൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ അങ്ങനെ അല്ല. ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ വേറെ ഹോട്ടലും പറഞ്ഞാൽ ഉണ്ടാവില്ല, ടൗൺ ആണെങ്കിൽ മാത്രം. അപ്പോഴൊക്കെ കുറെ വട്ടം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് നാൾ അങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടോ? മീൻസ് 2 ദിവസം നേരൊക്കെ ലൈക്ക് ചിലപ്പോഴൊക്കെ ഒരു ദിവസമൊക്കെ ഒരു നേരം മാത്രം ഫുഡ് കഴിച്ചിട്ടൊക്കെ സർവൈവ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. എന്നിട്ടും ഇതിനോടുള്ള പാഷൻ മാറിയിട്ടില്ല. നമ്മൾ തിരിച്ച് പോകണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് നിർബന്ധിപ്പിച്ച് ഇങ്ങനെ വാവാന്ന് പറഞ്ഞിട്ട് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് തന്നെ നോർത്ത് ഈസ്റ്റും കൂടി കംപ്ലീറ്റ് ആക്കി വരണം ഞാൻ ആഗ്രഹം. വീട്ടിൽ നിന്ന് വല്ലാത്ത പ്രഷർ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ചത്തളയെന്ന് പറഞ്ഞ അമ്മയെ കണ്ടോ? അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വിടാൻ നല്ല മടിയായിരുന്നു വീട്ടിൽ നിന്ന്. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇത്രയും ദിവസത്തേക്കൊന്നും പോണ്ട, ഒരാഴ്ച കൊണ്ടൊക്കെ പോയി വാ അങ്ങനെയൊക്കെ പറഞ്ഞ വീട്ടില്. പിന്നെ പോയി കഴിഞ്ഞപ്പോ പിന്നെ കുറെ കുടുംബക്കാരും കുറെ എണ്ണം പാര വെച്ചും കുറ്റം പറഞ്ഞു അങ്ങനെ പിടിപ്പിടുത്തുണ്ടായിരുന്നു. പക്ഷെ പോയി പിന്നീട് ഇപ്പൊ അപ്പയും അമ്മയ്ക്കും ഓക്കെയാണ്. കുടുംബക്കാര് പറഞ്ഞാലും പറയുന്നുണ്ട് ഇവനെ കൊണ്ട് പറ്റുന്ന പോയി വന്നൊക്കെ. ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ കുറ്റപ്പെടുത്തല് കുറഞ്ഞു. ഇപ്പൊ നല്ല പോലെ ആദ്യത്തെ പോലെ ആരും പറയുന്നില്ല. അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിലും നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു, പേടി ഉണ്ടോന്ന് ചോദിച്ചപ്പോ പേടിയില്ല, ഞാൻ പോയി. ഇനി ഞാൻ എന്താ പറയാ, അത്രയും പ്രശ്നങ്ങൾ ആള് മോഷ്ടിക്കാനും കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടും ഞാൻ ഇനി തിരിച്ച് വീട്ടിലേ ഇല്ല, ഞാൻ എവിടുന്നാണോ തുടങ്ങി അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ഒരു എന്താ പറയാ സ്ട്രോങ് പാഷൻ ഈ ഒരു ട്രാവലിങ്ങിനോട് വരാൻ എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ? അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഫേവറേറ്റ് ട്രാവലറോ അങ്ങനെ ആരെങ്കിലും കണ്ടുള്ള മോട്ടിവേഷൻ കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണോ? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ട്രാവലർ എന്ന് പറയാൻ അങ്ങനെ ആരും ഇല്ല. കുറെ പേര് അങ്ങനെ കാണലുണ്ട്. ഇപ്പൊ ഹിച്ചാക്കി നൊമാഡ്, സന്തോഷ് ഗോങ്ങറ, പിന്നെ ട്രാവലിംഗ് ബൈ ചിതറൻ, ബാക്ക് ആയിട്ട് അങ്ങനെ കുറെ പേര് കാണലുണ്ട്. പക്ഷെ അവരെല്ലാവരും ട്രാവൽ ചെയ്യുന്നത് ഓരോരോ രീതിയിലാണ്. അവരെ പോലെയല്ല ഞാൻ എന്നെ പോലെ അല്ല അവരും, ഓരോരുത്തരെ പോലെയാണ്. അപ്പൊ അങ്ങനെ ഫേവറേറ്റ് വരെ അങ്ങനെ ആരും ഇല്ല. പിന്നെ മോട്ടിവേഷൻ എന്ന് പറയാനും ഫസ്റ്റ് പറഞ്ഞ സ്ഥലം കാണുക എന്നായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പിൽ പോയ തന്നെ എന്റെ ലൈക്ക് മൈൻഡ് തന്നെ കുറെയൊക്കെ മാറ്റിമറിച്ച്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പലതൊന്നും. കുറെയൊക്കെ ലൈഫിൽ വേണ്ട പോലെ പഠിക്കും കുറെയൊക്കെ ചെയ്ത്. എക്സ്പീരിയൻസസ് ആണ് പ്രധാനമൊന്നും. സ്ഥലം കാണുന്നത് ജസ്റ്റ് ഒരു അതിന്റെ പാർട്ടാണെന്ന് മാത്രമായിട്ട് എനിക്കിപ്പം തോന്നിയത്. ആ അത്രയും യാത്രകളിലൂടെ ഉണ്ടായ എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയുള്ള യാത്രകളിൽ എന്താ പറയാ അത്രയും ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടാക്കൂല, നമുക്ക് ഈസിലി പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വന്നോ? എനിക്ക് നമ്മുടെ മൈൻഡാണ് എല്ലാത്തിനും പ്രധാനം. നമുക്ക് ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. ഇപ്പം എത്രയോ പേര് ഇതിനെക്കാട്ടും ഇപ്പൊ കുറെ പേര് നടന്നു പോകുന്നവരും ഫുൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നവരും. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയോ?
നടന്നിട്ട് പോയാലോ എന്ന് ചിലര് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഹിമാലയത്തിലേക്കൊക്കെ നടന്നു പോയ ടീമിനെ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫുൾ ടൈം നടത്തൊന്നും നടക്കൂല്ലല്ലോ എന്തായാലും. നടന്നു പോകാൻ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇതേപോലെയൊക്കെ തന്നെ ലിഫ്റ്റ് അടിച്ചും ട്രെയിനും ബസ്സിനൊക്കെ പോകുന്നതെന്ന് തോന്നിയിട്ടുള്ളൂ. എത്ര ഓരോ മൈൻഡാണ്. ചില സൈക്കിളിൽ പോകുന്നതിനും നമ്മളെ ഓരോ പേരെ കാണാമല്ലോ. ഇത്രയും ധൈര്യത്തോടെ ഒന്നിനെയും പേടിക്കാതെ അങ്ങനെ തന്നെ പറയാം. കാര്യം എന്താ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ എല്ലാവരെയും ഒന്ന് ഈ വീട്ടുകാർ പുറകോട്ട് വലിക്കും. ഈ ഒരു പ്രായത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ കുടുംബക്കാരോ നാട്ടുകാരോ ആരെങ്കിലും ഒക്കെ ആയിട്ട് പാര വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്തെങ്കിലും ഒരു ഫാക്ടർ നമ്മളെ പുറകോട്ട് വലിക്കും. നമ്മൾ പോകാൻ ബാഗ് വരെ റെഡിയാക്കി നിന്നാലും നമുക്ക് തോന്നും അല്ല വേണ്ട നാളെ വട്ടെ എന്ന് തോന്നും. അങ്ങനെ അതൊന്നും അല്ലാതെ ഇത്രയും പോയി എന്താ പറയാ, അത്രയും ട്രാവൽ ചെയ്ത് വന്നു. അപ്പം ഇനി ഇതേപോലെ പോവാനിരിക്കുന്നവരുടെ അടുത്ത്, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ളവരോടാണെങ്കിൽ പോലും അവർക്കും പേടി ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്കും വേണ്ട മടി എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഇപ്പൊ എന്റെ പ്രായമുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആഗ്രഹം ഉണ്ടേ പോലും വീട്ടിൽ നിന്ന് വിടാത്തതാണ് മെയിൻ റീസൺ. വീട്ടിൽ നിന്ന് വിടാത്ത മെയിൻ റീസൺ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് പേടി മാത്രമല്ല, ഇവരെ വിശ്വാസം ഇല്ലാത്തതും കൊണ്ടാണ് എനിക്ക് തോന്നിയത്. ഇവരിപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ വിടുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം വന്ന് വീട്ടുണ്ടാക്കി എടുത്തുക. ഞാൻ എവിടെ പോയാൽ ഞാൻ നശിക്കില്ല, എനിക്കൊന്നും പറ്റില്ല, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ അറിയാം. ആ ഒരു വിശ്വാസം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. വീട്ടുകാരും ആ വിശ്വാസത്തോടെ വിടുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തിൽ വിടുക എന്നത് വീട്ടുകാരുടെയും ഉദ്ദേശമാണ്. അത് നിലനിൽപ്പിക്കുന്നത് പോകുന്ന കുട്ടിയുടെയും ഒരിതാണ്. അതുപോലെ നിങ്ങൾക്കിപ്പം പോകാനിപ്പം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും പോകണം. പൈസയോ പ്രായമോ ഒന്നും ഒരു മാനദണ്ഡമായിട്ട് ഞാൻ കാണുന്നില്ല. ലൈക്ക് ഒരു ടൈം മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പ്രായം ലൈക്ക് 16, 18, 19, 20 വയസ്സ്, 21, 22 വയസ്സ് എന്നതാണ് ഒരു ഏതൊരു ആണിൻ്റെയും യൂത്ത് എന്ന് പറയുന്നതും ടൈമും ഉള്ളതും പ്രായം എന്ന് പറയുന്നത്. ഈ പ്രായത്തിൽ പോയില്ലെങ്കിൽ കഴിഞ്ഞാൽ ഏത് പ്രായത്തിൽ പോകാനാണല്ലോ. അതെ, നമ്മൾ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പോണം, അല്ലെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം. നമ്മൾ വേണമെന്ന് വിചാരിച്ചത് നടക്കാത്തൊന്നുമില്ല. സോളോ ട്രിപ്പ് തന്നെ ആവണമെന്നില്ല. ചിലർക്ക് ഇപ്പൊ സോളോ ട്രിപ്പ് ഇഷ്ടമല്ല, ഫ്രണ്ട്സിനെ കൂടെ ആക്കി പോകാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഫാമിലിയോട് പോകാൻ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം ആ രീതിയിൽ പോകാം. ട്രാവൽ ചെയ്യണം. ഏത് സ്ഥലം എങ്ങനെ പോയാൽ കംഫർട്ടാണേലും ലക്ഷറി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ട്രാവൽ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് വരുന്ന എന്തെങ്കിലും തടസ്സങ്ങളൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ അതിനെയൊക്കെ മറികടന്ന് പോകണം. അതായത് നാട്ടുകാർ പറയുന്നത് കേട്ടോ ഒരിക്കലും വിശ്വസിച്ച് വീട്ടിലിരിക്കില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ ചെയ്യണം. അതിന് നിങ്ങൾ ഒരാളുടെ സെക്കൻഡ് ഒപ്പീനിയൻ തേടി അന്വേഷിക്കാൻ പോകുന്ന നേരത്താണ് നിങ്ങൾ അതിനകത്ത് പിന്മാറി വരുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും എന്താ പറയാ, കുഞ്ഞു പ്രായത്തില് ഇത്രയും സ്ഥലങ്ങൾ കാണുകയും ഇനി പോകാനിരിക്കുന്നവർക്ക് ഇത്രയും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെ ഇതുവരെ പോയ യാത്രകളിൽ ഉണ്ടായ അനുഭവങ്ങളും, അല്ലെങ്കിൽ എന്തൊക്കെ കഴിഞ്ഞാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്, ഈ കുഞ്ഞു പ്രായത്തിൽ എന്തൊക്കെ പ്ലാനാണ് ഇനി മുന്നോട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഈ ഒരു ചെറിയ സമയം കൊണ്ടായാലും പറഞ്ഞു തന്നതിന് താങ്ക് യു.